തെറ്റിദ്ധരിക്കരുത്. തോണി ഒഴുക്കി കളിക്കാൻ ഇതൊരു ചെളിക്കുളമോ അല്ലെങ്കിൽ തോടോ ഒന്നുമല്ല. ഇതാണ് പട്ടാമ്പിയിലെ പ്രസിദ്ധമായ പട്ടാമ്പി കുളപ്പുള്ളി പാത. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടനംകുറിശ്ശിയിലാണ്. വർഷങ്ങളായിട്ട് ഈ പാതയുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്ത് യാത്രാ ദുരിതം അനുഭവിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? അവരുടെ ആ ദയനീയ അവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും കാണിക്കാനാണ് നിള 24 ലൈവിൽ നിന്ന് എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ ഇത് പറഞ്ഞു മടുത്തു, കേട്ട് നിങ്ങൾക്കും മടുത്താണ്. പക്ഷെ കാണേണ്ടവർ കണ്ടിട്ടും കേൾക്കേണ്ടവർ കേട്ടിട്ടും ഇതിനൊരു നടപടിയില്ല എന്നുള്ളതാണ്. ഭയങ്കര കുണ്ടും കുയ്യാണ്, ഭയങ്കര പ്രശ്നത്തിലാണ് ഈ റോഡ് കിടക്കേണ്ടത്. ഈ റോഡ് നന്നാക്കാഞ്ഞാൽ പിന്നെ ഇവിടുത്തെ MLA കുറ്റം പറയേണ്ടത്. റോഡിന്റെ അവസ്ഥ വളരെ മോശം. വണ്ടി ഇറങ്ങിയാൽ കയറാൻ പ്രയാസം, അടിമുട്ടുക. പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ? കണ്ടില്ലേ നമ്മുടെ എങ്ങനെ പോണത്? ആ കുഴി കണ്ടില്ലേ? കയറി കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നില്ല, അത്രയും ആഴത്തിലാ കുഴി. എന്താ ചെയ്യാ? ജീവിക്കാൻ വേറെ നിവൃത്തിയില്ല, പോവന്നെ. ഒന്നുമില്ല, ആ ദുരിതാണ്. പുറം വേദന, നടുവേദന. റോഡും വണ്ടി കൊണ്ട് പോയിട്ട് 2 മാറി ഇവിടെ പെട്ട് പഞ്ചറായി എല്ലാ പ്രശ്നം. ഇത് കുറേ ആയി ഇങ്ങനെ കിടക്കണം. ഇത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ സമരം ചെയ്യാനുള്ള തീരുമാനം ലോറി ഡ്രൈവർമാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പട്ടാമ്പി കുളപ്പുള്ളി പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് വാടനകുറിശ്ശിയിലെത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ വാഹനം, ഈ 3ന്റെ കാര്യത്തിലും ഏകദേശം ഒരു തീരുമാനമായി കിട്ടും ഈ പാതയിലൂടെ സഞ്ചരിച്ചാൽ. എന്തായാലും ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ ഈ കളി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ പ്രതീക്ഷയോടെ തന്നെ, എന്ന് വെച്ചാൽ എലക്ഷൻ അടുക്കുമെന്ന് ഇനി കഷ്ടിച്ച ഒരു വർഷമില്ല. ആ ഒരു പ്രതീക്ഷയാണ് ഇവിടുത്തുകാർക്ക്. ആ പ്രതീക്ഷയോടെ തന്നെ നിള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹ്ന തമസം.